പ്രൈസ് ദി ലോർഡ്. എൻ്റെ സുവിശേഷ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ മധ്യേ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇങ്ങനെ CD ആക്കുവാൻ ഇടയായതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ രാജൻ എബ്രഹാമിനാൽ എഴുതപ്പെട്ട ഞാൻ എൻ്റെ സഭയെ പണിയും മടക്കി വരുത്തണമേ എന്നുള്ള മനോഹര ഗാനങ്ങൾ സയോൺ സിംഗേഴ്സ് ജെയിംസ് പീഡികമലയും തൻ്റെ വൈഫ് ലിനി ജെയിംസും ചേർന്ന് പാടിയിരിക്കുന്നതുമായ ഇതിൽ ചേർത്തിരിക്കുന്ന ഗാനങ്ങൾക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ KV ജോർജ്. എന്നെയും പൂർണ്ണമായി തന്നിടുന്നു.
ഇന്ന് രാത്രി കാലത്ത് ഒരു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 34 സങ്കീർത്തനം Psalms 34 verse 8 വേറൊരാൾക്ക് Ephesians chapter 3 verse 20. Praise the Lord. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് കാണുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ അറിയുന്നതും ദൈവത്തെ രുചിച്ചറിയുന്നതും രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. രുചിച്ചറിയുക, ശരണം പ്രാപിക്കുക. ഈ സങ്കീർത്തനം താഴോട്ട് അടുത്ത 1-2 വാക്യം വായിക്കുമ്പോൾ, അതായത് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. യഹോവയെ രുചിച്ചറിയുന്ന ദൈവഭക്തന് ലഭിക്കുന്ന അനുഭവമാണ് അവൻ ഒന്നിനും മുട്ടുവരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ പറയുന്നു, ബാലസിംഹങ്ങളും ഇറുകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പോൾ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മുട്ടുകൂടാതെ ഒരു നന്മയ്ക്കും കുറവ് വരാതെ ഐശ്വര്യമായി അനുഗ്രഹമായി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എഫേസ്യലേഖനത്തിൽ നമ്മൾ വായിച്ചത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. അപ്പൊ ഈ ആദ്യത്തെ വാക്യവും എഫേസ്യലേഖനവും തമ്മിൽ വ്യത്യാസമുണ്ട്. സങ്കീർത്തനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ വാക്യമാണ്. ആ പഴയ നിയമ വാക്യത്തിൽ പറയുമ്പോൾ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്നാൽ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം, പഴയ നിയമത്തിൽ ചിലരെ ദൈവം പ്രത്യേകമായി വിളിക്കുന്നു, അവർക്ക് പ്രത്യേകമായ വാഗ്ദത്തം കൊടുക്കുന്നു, ചിലരെ മാത്രം പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്നു. പുതിയ നിയമം അങ്ങനെയല്ല, എല്ലാവരെയും ദൈവം വിളിക്കുന്നു, എല്ലാവരിലൂടെയും ദൈവശക്തി ആവരിക്കുന്നു. ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ മുഴുവനും പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസിക്കുമുള്ളതാണ്. എന്നാൽ പഴയ നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറിയണമെങ്കിൽ പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും മാത്രം അഭിഷേകം ചെയ്യുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലിനും, പ്രൈസ് ദി ലോർഡ്, അവനും അവന്റെ തലമുറകൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസിയും ദൈവം ഒരുക്കിയെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമം എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളിൽ നിലനിൽക്കുന്നു. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ചിലരെ ദൈവം തെരഞ്ഞെടുക്കുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുക്കുന്നു. ഇനിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 18 to 19 എന്ന് വെച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്താവിഷയം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളിൽ സേവിക്കുന്നത്. പഴയ നിയമത്തിൽ, അതായത് യഹോവയായ ദൈവം തലമുറയോട് പറയുന്നു,
ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമാണ് ആകുന്നു എന്ന് തലമുറകളോട് ദൈവം പറയുന്നു. അതേ ബാബേൽ പ്രവാസത്തിന് ശേഷം സകല ജാതികളും വിഗ്രഹാരാധികളായി തീർന്നപ്പോൾ, അതേ അബ്രഹാമിനെ മെസോപ്പൊത്താമ്യയിലിരിക്കുമ്പോൾ തേജോമനാദയും ദൈവീയ വെളിപ്പാട് കൊടുത്ത് അബ്രഹാമിനെ പേര് ചൊല്ലി വിളിക്കുന്നു. അബ്രഹാമിന് ശേഷം ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇസഹാക്കിന് ശേഷം യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമാണ്. എന്താണ് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, നിന്റെ ഭാര്യ, ഒന്നുകൂടെ വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതായത് അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമാണ്. എന്താണ് വാഗ്ദത്തം? സ്തോത്രം. നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുന്ന ഒരു വാചകമാണ് നമ്മളെ പ്രൈസ് ദി ലോർഡ് 18-ാം വാക്യത്തിൽ വായിക്കുന്നത്. 17-18 നമ്മൾ വായിച്ചത്, ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നീണ്ട 20 ചില്ലുവാനും വർഷം ഒരു സന്തതിക്ക് വേണ്ടി കാത്തിരുന്ന് ക്ഷീണിച്ച അബ്രഹാമിനോട് യഹോവയാ ദൈവം പറയുന്നു, നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറയുന്നു, അല്ല, ഇസ്മായേൽ നിന്റെ മുമ്പാകെ. ഇപ്പൊ അവിടെ ഇസ്മായേൽ ഉണ്ടല്ലോ, ഇനിയും ഒരു സാറ ഇനിയും ഒന്ന് പ്രസവിക്കുക, അല്ല ഇനി ഒരു ഇസഹാക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. ഇനി നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ വാക്യം വീണ്ടും വായിച്ചേ. അല്ല എന്നിടത്ത് ഒരു കോമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അല്ല അബ്രഹാമേ, അല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇസഹാക്ക് ഉണ്ടാകേണ്ടത്, അബ്രഹാമിന് ഒരു ഇസഹാക്ക് ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യമാണ്? ദൈവത്തിന്റെ ആവശ്യമാണ്. അബ്രഹാമേ, നീ അത് പറയരുത്. അല്ല, അങ്ങനെയല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. എന്തിനു വേണ്ടിയാ? ദൈവത്തിനൊരു പ്ലാനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഒരു കണ്ണും ദയയില്ലാതെ എല്ലാവരും തള്ളപ്പെട്ട സ്ഥാനത്ത്, വെളുമ്പറമ്പിൽ എറിയപ്പെട്ട സ്ഥാനത്ത്, നീർന്ന ഹൃദയത്തോടെ എന്നെ ആരിൽ നിന്ന് വിടുവിക്കുമെന്ന് ചിന്തിച്ച് പ്രശ്നങ്ങളാൽ നീ ചുറ്റപ്പെട്ട സ്ഥാനത്ത് നിന്നെ പേര് ചൊല്ലി വിളിച്ചത് നിന്നിൽ കൂടി ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ലോകം നിന്നെ വിധി എഴുതി തള്ളിയെന്ന് വന്നേക്കാം, ഇത് അസാധ്യമാണ്, ഇതിനി നടക്കില്ല എന്ന് പറഞ്ഞേക്കാം. സർവശക്തനായ ദൈവത്തിന് ചില ചെയ്തെടുക്കാനുണ്ട്. എന്തിനാണ് ഇസഹാക്ക് ജനിക്കുന്നത്? അടുത്ത വാക്യം താഴോട്ട് വായിക്കാം. കണ്ടോ, അവൻ ജനിക്കുന്നതിന് മുമ്പ് പറയുന്നു, നീ അവന് ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. ദൈവത്തിലെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി സർവശക്തനാ ദൈവത്തിന് ചെയ്യാൻ കഴിയും. എന്നാൽ ആ ദൈവം ചെയ്യണമെങ്കിൽ എന്നോടും നിന്നോടും എൻ്റെ കുടുംബത്തോടും നിന്റെ കുടുംബത്തോടും ദൈവത്തിന് ചില ഉടമ്പടി ചെയ്യുവാനുണ്ട്. ദൈവം ചിലരെ വിളിച്ച് വേദനിച്ചെങ്കിൽ താൽക്കാലികമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ ബദലിൽ തലമുറയായി എന്നെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നിന്നോടൊരു ഉടമ്പടി ചെയ്യുവാനുണ്ട്. എനിക്ക് അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും പ്രൈസ് ദി ലോർഡ് എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്തിൽ വന്നിട്ട് ഇത് അവിചാരിതമായിട്ട് വന്നതാണോ അതോ വിളികേട്ട് വന്നതാണോ? അവിചാരിതമായി നാം ഇവിടെ വന്നതാണോ?
പ്രൈസ് പാട്ട് കൊള്ളാം, പ്രൈസ് ആരാധന കൊള്ളാം, ഡ്രസ്സ് കൊള്ളാം, ബൈബിൾ കൊള്ളാം, പിന്നെ ഗിറ്റാറും പ്രൈസറോ പിയാനോയും ഹല്ലേലൂയ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ ആരാധന വളരെ അനുഗ്രഹമാണ്. അങ്ങനെ വന്നതാണോ അതോ വാസ്തവമായി ഒരു വീണ്ടും ജനനത്തിലൂടെ നമ്മൾ വന്നതാണോ? വീണ്ടും ജനനത്തിലൂടെ വന്ന ദൈവത്തിന്റെ പൈതലെ ആരെല്ലാം പിന്മാറിപ്പോയാലും നീ ഒരിക്കലും പറയത്തില്ല ഈ മാർഗം പരാജയത്തിന്റെ മാർഗമാണെന്ന് നീ ഒരിക്കലും പറയത്തില്ല. കാരണം മനുഷ്യൻ നിന്നെ നിർബന്ധിച്ചിട്ട് വന്നതല്ല, നീ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ട് വന്നതാണെങ്കിൽ നിനക്ക് പുറകോട്ട് നോക്കുവാൻ അവകാശമില്ല. ഗ്ലോറി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ പൈതലെ, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ദൈവം നിന്നെ വിളിച്ചത് നിന്നോടും നിന്റെ സന്തതിയോടും ദൈവത്തിന്റെ നിയമം നിത്യ നിയമമായി ഉറപ്പിക്കുവാൻ, പെന്തക്കോസ്ത് മാർഗത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഒരു ദൈവസഭയുടെ കാവൽ ഭടനായി നിൽക്കുവാൻ സ്വർഗം നിന്നെ വിളിച്ചതാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് നീ സംശയിച്ചു പോകരുത്. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പോർത്തുപ്പാൻ കഴിവുള്ള ദൈവം നീ നനയ്ക്കുന്നതിലും വിചാരിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ്. ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തവും നിനക്ക് ലഭിക്കത്തില്ല. ഇന്ന് രാത്രി നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിട്ടിരിക്കുന്നെങ്കിൽ, നീ അവനെ രക്ഷിതാവായി സ്വീകരിച്ച അന്നത്തെ കാലത്തെ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, അന്നത്തെ കാലത്തെ തീഷ്ണത നിനക്കുണ്ടെങ്കിൽ, അന്നത്തെ കാലത്തെ ഹൃദയ സന്തോഷം, നിന്റെ ഹൃദയത്തിന്റെ ആത്മീയ സന്തോഷം നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്ത് നിന്ന് വെളിപ്പെട്ട് വരുന്നെങ്കിൽ നീ പ്രതികൂലങ്ങളെ ഭയപ്പെടത്തില്ല, പ്രതികൂലങ്ങളെ വെല്ലുവിളിക്കുന്നവനായിരിക്കും. കാരണം നിന്റെ ജീവിത പടക് തകർന്നു പോകാതെ അക്കരെ എത്തിപ്പാൻ കഴിവുള്ള ദൈവം, തിരമാലകളുടെ കോപവും ജാതികളുടെ കലകവും സമർപ്പിക്കുന്നവനായ ദൈവം ഭൂസീമവാസികളെയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഭൂസീമവാസികളും അവന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെ അസ്തമത്തിന്റെയും ദിക്കുകളെ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്ന എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രി എത്ര വിശ്വാസമുണ്ട്? ഗ്ലോറി ഹല്ലേലൂയ. അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ കഴിവുള്ള ദൈവം. ഇനി നോക്കൂ, അബ്രഹാമിനെ നോക്കൂ. 18-19 വാക്യം വായിക്കാം. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്ത് അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞാൽ ദൈവം നിവർത്തിച്ച് തരും. പക്ഷേ അതിനൊരു ക്ലോസ് ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ചില വിശ്വാസങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 10-37 വർഷമായി ശുശ്രൂഷയിലായിട്ട്. ദൈവമക്കളൊക്കെ ഞങ്ങൾക്ക് പ്രിയങ്കരാണ്. ഹല്ലേലൂയ. ദൈവമക്കളോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. എന്നാൽ ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചിലരെ സ്തോത്രം ടേപ്പ് റെക്കോർഡുമൊക്കെ സഞ്ചിക്കാത്തിട്ട് ബൈബിൾ ഇട്ടേക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇട്ടുകൊണ്ട് പ്രവാചകന്മാരുടെ അടുത്ത് പോകുന്നവരുണ്ട്. പ്രവാചകൻ ദൂത് പറയുമ്പോൾ അനുഗ്രഹമുണ്ടോ ഉയർത്തുമോ എന്നൊക്കെ അറിയാനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിലരെ എല്ലാവരും അല്ല കേട്ടോ. 3 മാസം അവർ ഭയങ്കര തീവ്രവാദികളായിട്ടുള്ള പെന്തക്കോസ്ത് വിശ്വാസികളായിരിക്കും. അടുത്ത 3 മാസം ഒരു പിന്മാറ്റക്കാരനായിരിക്കും. 3 മാസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഭയിൽ വരികയും ഭയങ്കര സാക്ഷ്യവും ഉണർവും ഭയങ്കരമായിട്ടുള്ള അനുഭവമാണ്. അടുത്ത 3 മാസം സഭയിലെ പ്രൈസ് ദി ലോർഡ് വരികയോ കൂട്ടായ്മയ്ക്ക് വരികയോ സ്വോത്ര കാഴ്ചയിടുകയോ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ സാധാരണ മാസികയിലൊക്കെ ലേഖനം എഴുതാറുണ്ട്. അപ്പോൾ 19 ലേഖനങ്ങൾ ചേർത്തൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിലെ പല കാര്യങ്ങളാണ്. ഒന്ന്, ചലനം നിലയ്ക്കാത്ത വിശ്വാസം, ശാപം നീക്കുക, ശത്രുവിനെ ജയിക്കുക, മരിക്കും മുമ്പ് ജനിക്കണം, പ്രൈസ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളാണ്. അങ്ങനെ അത് പഠിക്കാനൊക്കെ കൊള്ളാം. അതിലൊരു വിഷയം ദശാംശത്തിൻ്റെ ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അത് കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുത്താൽ അനുഗ്രഹം ഇങ്ങോട്ട് വരും. ടെർമിനേഷനൊക്കെ വഴിയെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും വരത്തില്ല. അല്ലേ? കാരണം യഹോവ ദൈവം പറയാണ്, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കും, സ്ഥലം പോരാതെ വരുവോളം എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളോട് പ്രസംഗിക്കുന്ന KV ജോർജ് ചെയ്തുമിച്ചാ പ്രസംഗിക്കുന്നത് പറയുന്നത്. പ്രൈസ്. എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും ഞാൻ, മക്കളെ ടൈത്ത് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, എന്നാൽ നിങ്ങളുടെ ജോലിക്ക് ഒരു മുട്ടും വരത്തില്ല. പ്രൈസ് ലോർഡ്. ആദ്യകാലത്തെ കർത്താവിൻ്റെ വേല എന്നൊക്കെ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസിൻ്റെയൊക്കെ വേല എന്നൊക്കെ പറഞ്ഞ് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഉണർവ് പോലെ മഹത്വത്തോടെ എന്ത് ചെയ്യും, തീർത്ത് തരും. അത് എപ്പോഴാണ് പറഞ്ഞത്? ഫിലിപ്പിയിലെ വിശ്വാസികൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ ഓർത്ത് നിങ്ങൾ അയച്ചു തന്നത് ഞാൻ എന്ത് ചെയ്തു, സൗരഭ്യവാസനയായിട്ട് എൻ്റെ കൈകൊണ്ട് എന്ത് ചെയ്തു, അതിനെ പ്രതിഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഈ പുസ്തകം മുഴുവൻ നിങ്ങൾ പഠിച്ചു നോക്കൂ. കർത്താവിൻ്റെ വേല, കർത്താവ് പ്രൈസ് ലോർഡ് അത് അടക്കപ്പെടുന്നു അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയിൽ. കർത്താവ് യാത്ര ചെയ്യുന്നു പ്രൈസ് ലോർഡ് പത്രോസിൻ്റെ പടകിൽ. പ്രൈസ് ലോർഡ് കർത്താവ് 5000 പേരെ പോഷിപ്പിക്കുന്നു ഒരു ബാലകന്റെ കയ്യിലെ അപ്പം കൊണ്ടാണ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ നോക്കൂ, സർവ്വസഭയ്ക്കും അതിഥി സർക്കാരും ആചരിക്കുന്ന പ്രൈസ് ഒരു ഗായോസിനെ കുറിച്ച് പൗലോസ് പറയുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. അവരിൽ കൂടിയാണ് ഈ വേല നടക്കുന്നത്, നിർബന്ധത്താലല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അത് പാസ്റ്റർ ആണേലും കൊള്ളാം, വിശ്വാസമാണേലും കൊള്ളാം, അത് ചെയ്താൽ ഈ ലോകത്തിലെ ബാങ്കുകളൊക്കെ പൊട്ടിയെന്നിരിക്കും. സ്വർഗത്തിലെ നിക്ഷേപമുണ്ടല്ലോ, ആ ബാങ്ക് ഉണ്ടല്ലോ, ആ ദൈവം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ പൈതല് നിന്നെ മറക്കത്തില്ല. പ്രൈസ് ലോർഡ്. നീ ഒരു തുള്ളി കണ്ണുനീർ വാർക്കുമ്പോൾ, നിന്റെ ഹൃദയം നൊമ്പരപ്പെടുമ്പോൾ കരയുന്നവരോട് കരയുന്ന ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതല്, ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് വ്യവസ്ഥ വെച്ചാണ്. സമയം പോകുന്നല്ലോ. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? ദൈവം അബ്രഹാമിനോട് ചെയ്തത് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ ചെയ്യാൻ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. അബ്രഹാം അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിവർത്തിച്ചു കൊടുക്കുകയില്ല. പ്രൈസ് ലോർഡ്. ദാവീദിനോട് പറയുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ ഇന്നിന്ന അനുഗ്രഹം നിനക്ക് തന്നു, ഇന്നിന്ന അനുഗ്രഹം കൂടെ നിനക്ക് തരുമായിരുന്നു. യൊരോബെയാമിനോട് പ്രൈസ് ലോർഡ് അത് അഹിയ പ്രവചിക്കുമ്പോൾ പറയുന്നത്, നിനക്ക് ദാവീദിനൊരു ഗ്രഹം പണിതുപോലെ യൊരോബെയാമേ നിനക്ക് ഞാനൊരു ഗ്രഹം പണിയും. ആ പ്രവചനം എവിടെ പോയി? യൊരോബെയാമിന്റെ ഗ്രഹത്തെ കാഷ്ടം കോരി എറിയുന്ന പോലെ എറിഞ്ഞു കളഞ്ഞു. ദൈവകൃപയിൽ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മളോട് കാര്യമുണ്ട്. ഉടമ്പടി പാലിക്കണമെങ്കിൽ ഞാനും നിങ്ങളും വിശ്വസ്തരായി നിന്നാൽ ദൈവത്തിന്റെ മക്കളെ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അബ്രഹാമിനോട് അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിനെ എന്തിനാ തെരഞ്ഞെടുത്തേ? നമ്മുടെ കാര്യം പറഞ്ഞാൽ എന്നെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ പെന്തക്കോസ് മാർഗം താഴോട്ട് പോകുന്നതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ കാരണം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ഈ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ചില ഒരു പലതുമൊക്കെ പറയും. അപ്പം ആളുകൾക്കത് ഓർമ്മയിലിരിക്കുമല്ലോ. പണ്ട് കാലത്ത് മനോരമയിൽ ഞാനൊരു കാർട്ടൂൺ കണ്ടു. റീസറോട് ഒരാളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൈ കോൺഗ്രസ് ആയില്, കാല് വലത് കൈ, ഇടത് കൈ കോൺഗ്രസ് എയില്, വലത് കാല് CPM, ഇടത് കാല് CPI. എന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഞാനിപ്പോൾ എവിടാ? കുഞ്ചുംകുറുപ്പെന്നും പറഞ്ഞൊരു ഇതാണ്. ചേട്ടാ ഞാനിപ്പോൾ എവിടാ നിൽക്കുന്നേ? വലത് കൈ എവിടാ? കോൺഗ്രസ് ഐയിലാണ്.
പ്രൈസ് ലോർഡ്. ഇടത് കൈ എവിടെയാണ്? കോൺഗ്രസ് കൈയിൽ. പ്രൈസ് ലോർഡ്. വലതുകാലം എവിടെയാ? CPM-ലാണ്. ഇടതുകാല് CPI-ൽ. ചേട്ടാ ഞാനിപ്പം എവിടാ? പെന്തക്കോസിൽ നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരു നല്ല ശതമാനം ആളുകൾ പറയുന്നത്, ഓ പെന്തക്കോസെല്ലാം പോയെന്നേ, മർത്തവമേ ഇതിനൊക്കെ നല്ലത്. പറഞ്ഞ് 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 മർത്തവമായി തന്നെ ചെല്ലും. വേറെ ചെല്ല് പറയും, ഓ നമ്മുടെ പാസ്റ്റർമാരെന്തോ പാസ്റ്റർമാരാ, അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കണം, എന്തോ ഒരു പ്രസംഗമാണ്. കേട്ട് 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 അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ അവിടെ ചെല്ലും. ഒരു വീട്ടിൽ 2 ആഴ്ച താമസിച്ചു. അപ്പോൾ അടുത്തൊരു TV ഉണ്ട്. TV ഓൺ ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആ TV-യിൽ കൂടി ഇങ്ങനെ തൃശ്ശൂരുകാരനൊരു സ്വാമിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു, എന്തായി കാണിക്കുന്നത്? എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് എന്തോ പറയും, നമ്മുടെ ദൈവദാസന്മാർക്ക് എന്തോ പ്രസംഗിക്കാൻ അറിയാം, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കൂ, ഇദ്ദേഹം പറഞ്ഞ ഉദാഹരണം കേൾക്കൂ. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ കാതലായ പ്രശ്നം എന്താ? സകല മനുഷ്യരും പാപികളാകുന്നു. പാപം മനുഷ്യന്റെ മനസാക്ഷിയിൽ കുറ്റബോധം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാപം മനുഷ്യനെ ഭയബഹുലനാക്കി തീർക്കുന്നു. പാപത്തിന്റെ ശമ്പളമായ മരണത്തെ മനുഷ്യൻ ഭയപ്പെടുന്നു. അതിൽ നിന്ന് പരിഹാരത്തിന് ഒരു വാക്കെങ്കിലും ഇവിടെ വല്ലതും ഉണ്ടോ സഹോദര? നീ ഇത് കേട്ടുകൊണ്ടിരുന്നാൽ നീ അവസാനം അവിടെ ചെല്ലൂ. പ്രൈസ് ലോർഡ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? പാസ്റ്റർമാരുടെ പ്രസംഗം എന്തല്ല അല്ലേ? അത് പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി നമ്മളെ പാസ്റ്റർമാരെല്ലാം അങ്ങ് അന്യഭാഷ പറയും, അങ്ങ് വികാരഭരിതരാകുമെന്നൊക്കെയാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പം ഇനി വികാരഭരിതരൊന്നും ആകാതെ ശാന്തമായിട്ട് പറഞ്ഞ് ഒരു നല്ല രീതിയിൽ CD ഇറക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അന്നേരം വേറൊരു കാര്യമാണ്, നമ്മളാ CD അങ്ങോട്ട് കൊടുക്കുമെന്ന് തന്നെ പറയും. ഞാൻ ഇപ്പോൾ ഒരു CD ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 കൂടെ കൊണ്ടുവന്നുണ്ട്. ഇതേ മാർക്കെങ്കിലും ഞാൻ കൊടുക്കും, നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള അത്രയും കോപ്പിയില്ല, വില വാങ്ങാതെ കൊടുക്കുന്ന കേട്ടോ. പ്രൈസ് ലോർഡ്. അപ്പോൾ അത് കൊടുക്കുമ്പം പറയും, ഓ ഈ ഭാഷ പ്രസംഗത്തിന് ഒരു ഉണർവില്ലെന്നേ, പഠിപ്പിച്ചാൽ ഇതിനേക്കാൾ സ്പീഡുണ്ടല്ലോ എന്ന് വേണേൽ അവിടെയും വിമർശിക്കും. വിമർശിക്കുന്നതിന് എവിടെ നോക്കിയാലും വിമർശിക്കും. നമ്മുടെ പെന്തക്കോസുകാരെ കീഴ്പ്പെട്ട് പോകാൻ എന്നാ കാരണം? പ്രൈസ് വിമർശനമാണ്. നമ്മളെ തന്നെ വിമർശിക്കണം. പ്രൈസ് ലോർഡ്. നിങ്ങൾ നോക്കൂ, അബ്രഹാമിനെ കൽപ്പന കൊടുക്കാൻ ദൈവം വിളിച്ചതാ. തൻ്റെ കുടുംബത്തോടും തനിക്ക് മുമ്പുള്ള കുടുംബത്തോടും തൻ്റെ മക്കളോടും ദൈവത്തിന്റെ നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന്റെ വഴികൾ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തു. പ്രായമുള്ള അപ്പച്ചന്മാരോടും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് കൽപ്പിക്കുന്നുണ്ട്? കൽപ്പിക്കണം എന്നല്ലേ വാക്യം? ഒന്ന് വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴികൾ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഭവനം പണിയുന്ന ദൈവത്തിന്റെ ദാസനെ അബ്രഹാമേ, നീ കൽപ്പിക്കുന്നതിനായി തീർന്നാൽ നിനക്കൊരു ഇസഹാക്ക് ഇല്ലാതെ പോവുകയില്ല. ഇസഹാക്കേ, പ്രൈസ് ലോർഡ്, നീ ദൈവമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്കൊരു യാക്കോബ് ഇല്ലാതെ പോവുകയില്ല. സർവശക്തനായ ദൈവത്തിന് എന്നെ നിങ്ങളെ നടത്തുവാൻ പദ്ധതിയുണ്ട്. നമ്മുടെ ചിന്താവിഷയം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നതിന്. പ്രൈസ് ലോർഡ്. അത് 15-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം വായിച്ചോട്ടെ. അബ്രഹാമിനോട് ദൈവം പറയുന്ന മറ്റൊരു 15-ാം അധ്യായത്തിന് 1-ാം ഭാഗത്തിൽ വായിക്കുന്ന, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിധിയും മഹത്തായ പ്രതിഫലമാകുന്നു. ഉടനെ അബ്രഹാം തിരിച്ചൊരു ചോദ്യം. എന്തോ ചോദ്യം? കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായി എലിയാസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ലല്ലോ. 15-ാം അധ്യായത്തിൽ സ്വർഗത്തേക്ക് നോക്കി അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പൈതലേ, നിന്നോട് വാഗ്ദത്തം ചെയ്യാൻ വിശ്വസ്തനാണ് അവൻ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്.
സമയങ്ങൾ കഴിഞ്ഞു പോയാലും നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയെല്ലാം ഊവേനാകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തിന്റെ പേരിൽ ആദ്യം നമ്മുടെ ഭവനം ശരിയാക്കണം, ആദ്യം നമ്മുടെ സഭ ശരിയാക്കണം, ആദ്യം നമ്മുടെ ജീവിതം ശരിയാക്കണം. നമ്മുടെ ജീവിതം ശരിയാക്കിയിട്ട് ദൈവത്തിന്റെ പൈതല് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഉപവാസ പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണാധിപന്മാരെ പോലെയല്ല. ആദ്യ കാലങ്ങളിലെ നൂറ്റാണ്ടുകളിലെ ഭരണാധിപന്മാരൊക്കെ ജനങ്ങളെ കൊണ്ട്, ലോക ഭരണാധിപന്മാരാണെങ്കിലും ഉപവസിപ്പിക്കുന്നവരായിരുന്നു. വെട്ടുക്കിളി ശല്യം വളരെ രൂക്ഷമായി വർദ്ധിച്ചു. ഏപ്രിൽ മാസം 26-ാം തീയതി മിനസോട്ടയിലെ ഗവർണർ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എല്ലാവരും ഉപവസിക്കണം. എന്തിനു വേണ്ടിയാ? ആനയാന്നിയെ വെടിവെച്ചെങ്ങനെ കൊല്ലാം, വെട്ടുക്കിളി അങ്ങനെ കൊല്ലാൻ നോക്കും. കൂട്ടമായിട്ട് വലിയിരിക്കുകയാണ്. ഗവർണറുടെ ആഹ്വാനപ്രകാരം ഏപ്രിൽ മാസം 26-ാം തീയതി ഒരു വലിയ ഉപവാസ പ്രാർത്ഥന അത് പ്രഖ്യാപിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ അതുവരെ മൂടൽമഞ്ഞായിരുന്നു. ശക്തമായ ചൂട് അനുഭവപ്പെട്ടു. ഉണ്ടായിരുന്ന വെട്ടുക്കിളിയുടെ മുട്ടയൂടെ വിരിഞ്ഞിങ്ങി ഇറങ്ങി. 4-5 ദിവസം ശക്തമായ ചൂട് ആയപ്പോഴത്തേക്കും വെട്ടുക്കിളി പെരുകി. എന്തിനാ ഉപവസിച്ചത്? എന്തിനാ? വെട്ടുക്കിളി പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ 5-ാമത്തെ ദിവസം ചരിത്രം പറയുന്നത് ശക്തമായ സ്നോ, അത് മഞ്ഞു പെയ്യുവാനിടയായി തീർന്നു. മുട്ടകൾ കൂടെ വിരിഞ്ഞു വന്ന സകല വെട്ടുക്കിളികളും 5-ാമത്തെ ദിവസം ചത്തൊടുങ്ങുവാനിടയായി. കാരണം സ്വർഗത്തിലെ ദൈവം ഏപ്രിൽ 26-ാം തീയതി ഉപവാസ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ ദൈവമാണ്. ദൈവത്തിന്റെ പൈതല് മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്റെ വിഷയം ദൈവത്തിന് വലിയ വിഷയമല്ല. അത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തിയുടെ മേൽ ജയം തന്നുകൊണ്ട് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ പൈതല്, നിന്നിൽ കൂടെ, നിന്റെ തലമുറയിൽ കൂടെ ഈ ഉപദേശം, ഈ ദൈവവചനം നിത്യ നിയമമായി ഉറപ്പിക്കുവാൻ ദേശത്ത് നിന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ വ്യക്തികൾ ഉണ്ടായിരിക്കെ, നിന്റെ കുടുംബത്തിൽ ശ്രേഷ്ഠന്മാരുണ്ടായിരിക്കെ, വിദ്യാസമ്പന്നരുണ്ടായിരിക്കെ, നിന്നെ ദൈവം വിളിച്ചത് നീ മുഖാന്തരമായി ഈ ദൈവിക നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കുവാനാണ്. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് തന്റെ കുടുംബത്തോട് കൽപ്പിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, കുറ്റക്കാര് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും? നെഹമ്യാവിനെ പോലെ പറയാൻ സാധിക്കും, കർത്താവേ, യഹോവേ, ഞങ്ങൾ പാപം ചെയ്തു, ഞാനും എന്റെ പുത്രഭവനവും പാപം ചെയ്തു. പ്രൈസലോ, ഞങ്ങളോട് ക്ഷമിക്കണമേ, നീ മടങ്ങി വരണമേ, ഞാൻ എന്റെ കുടുംബത്തെ പണിയണമേ, എന്റെ തലമുറകളെ പണിയണമേ. ഉടകാജകന ദൈവത്തിന്റെ പൈതല്, നിന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഏത് രോഗശക്തിയാണെങ്കിലും അന്ധകാര ശക്തിയെ ചകറ്റിക്കൊണ്ട് സൗഖ്യം തരുവാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. നിന്റെ മുമ്പിലുള്ള വാതിലുകൾ അടഞ്ഞെന്ന് നിനക്ക് തോന്നിയേക്കാം. അത് ദാവീദിന് താക്കോലുള്ളവൻ, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവൻ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പൈതല് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നുകൊണ്ട് ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ വീട്ടിൽ ആശ്ചര്യമായി തീർന്ന് പറയത്തക്ക വിധത്തിൽ സ്വജനത്തിന്റെ മധ്യേ, ചാർച്ചക്കാരുടെ മധ്യേ, ദേശമധ്യേ, നിന്റെ ആയുഷ്കാലത്ത് നിന്റെ കണ്ണിന് മുമ്പ് അവന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും?
വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവൻ ദൈവത്തിന് ബദല് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ നിന്റെ സമീപമുള്ളപ്പോൾ അഭിഷേകം പ്രാപിച്ച നീ ആരാധിക്കാതിരിക്കുന്നെങ്കിൽ, അഭിഷേകം പ്രാപിച്ച നിന്റെ മേൽ ശക്തി വ്യാപരിക്കാതിരിക്കുന്നെങ്കിൽ എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അവൻ വിദൂരതയിലല്ല, അവന് സമീപസ്ഥനാണ്. ദൈവത്തിന്റെ പൈതല് നിന്റെ ഭവനത്തെ അവൻ മറന്നതല്ല, നിന്നെ അവൻ മറന്നതല്ല, നിന്റെ പ്രശ്നം അവൻ അറിയാത്തതല്ല. അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഗ്ലോറി. ഈ പെന്തക്കോസ്തുകാരായാലും പ്രാർത്ഥിക്കുന്നവരും ആത്മാവിൽ ആരാധിക്കുന്നവരുമായാലും ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ മറുപടി അല്പം ഒന്ന് വൈകി എന്ന് വരും. അതെന്തിനാണെന്നറിയാമോ? ആ കുടുംബത്തിലൊരു ദൈവപ്രവൃത്തി നടക്കണം അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു സ്ഥലത്തെ കർത്താവിൻ്റെ വേലോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ 10ാമത്തെ സഭയിലെ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ചെന്ന് പാർത്തപ്പോൾ അതിനടുത്ത് ഒരു പെന്തക്കോസ്ത് കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ അമ്മച്ചി നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കര കള്ളുകൂടിയനുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കള്ളുകൂടിയനാണെങ്കിലും എന്നോട് വലിയ സ്നേഹമാണ്. അതിൻ്റെ കാരണം എൻ്റെ പിതാവിനും മദ്യപാനം എന്ന ദുശ്ശീലം ഉണ്ടായിരുന്നു. മദ്യപാനിയായിരുന്ന എൻ്റെ പിതാവ് പ്രൈസ് ദി ലോർഡ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സത്യസഭയുടെ അംഗമായി തീരാനിടയായി. ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടു. 19 വർഷം മദ്യപാനം കൂടാതെ ജീവിച്ച് അദ്ദേഹം നിത്യത്തിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ വേദോസ്തവം പിടിച്ചിരിക്കുന്ന എൻ്റെ കൈകൾ കൊണ്ട് ക്രിസ്ത്യാനിയായ ഞാൻ മന്ത്രവാതിലെടുത്ത് പോയി കോഴി വെട്ടിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ വിടുതലിന് വേണ്ടി. മണർകാട് അറിയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നേർച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വിടുതലുമില്ല. എന്നാൽ സർവശക്തനായ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം എൻ്റെ പിതാവിനെ വിടുവിച്ചപ്പോൾ ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശേഷം മദ്യപാനികളെ കാണുമ്പോൾ ഞാൻ അടുത്ത് കൂടും. അന്നേരമൊക്കെ ചെന്ന് അടുത്ത് കൂടി അച്ചായനൊക്കെ വിളിക്കും. അപ്പോൾ ഈ അച്ചായന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ചില ദിവസം രാത്രി ഒരു 3 മണിയാകുമ്പോൾ അച്ചായൻ്റെ മൂത്ത മോക്ക് പ്രൈസ് ദി ലോർഡ് ഒരു ഭയങ്കര തലവേദന ഉണ്ടാകും. അപ്പോൾ അമ്മമ്മ പറയും, എളുപ്പം ചെന്ന് ഭാഷ പിടിച്ചോണ്ടോ. എത്ര മണിയായി? രാത്രി 3 മണിക്ക് അച്ചാനെ പറഞ്ഞു വിടും. അച്ചാൻ വന്നേ, ഞങ്ങളുടെ പാസിനെ ഇതിനോട് വന്നേ, ഞാൻ അടുത്ത് വാടകയ്ക്ക് താമസിക്കാം, അവിടെ ഒന്ന് കൂട്ടും. പാസ് പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ ഞങ്ങൾ 3 മണിക്കെല്ലാം ഉറങ്ങാതെ രാത്രി മുഴുവൻ പോകേണ്ടി വന്നാൽ ഇന്നും അത് തന്നെ തയ്യാറായിട്ട് നിൽക്കുക. മനസ്സിലായല്ലോ? എന്താ വെച്ചാ അയ്യോ പ്രൈസ് ദി ലോർഡ്. ഡേസിക്ക് ഭയങ്കര തലവേദന. വീട്ടുകാരത്തി എന്നെ അവിടെ ഇരുത്തത്തില്ല, ഭാഷ വിളിച്ചോണ്ടെന്നും പറഞ്ഞ് ഞാനവിടെ കടന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഒരു ദിവസം ചെന്ന് പ്രാർത്ഥിച്ചു, ഒരല്പമായ കുറവ് ലഭിച്ചു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ചാൻ വന്നിരിക്കുന്നു. രാത്രി 3 മണിക്ക് അത് ഇളകുന്നു. പ്രൈസ് വന്നിരിക്കുന്നു, ഭാഷ വന്നാട്ടെ. 2ാമതും കടന്നു ചെന്നു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എനിക്കൊരു നിർബന്ധമുണ്ട്, പാഷ എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചും വെച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെങ്കിൽ പിന്നെ എന്തോ വിവരമെന്ന് അറിയണം. 2 വർഷം പ്രാർത്ഥിച്ചിട്ടും എന്തോ ഇല്ല, വിടുതലില്ല. അപ്പോൾ ഇനി എന്തോ വിഷയം എന്നറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ദൈവസ്ഥാനിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ ഒരു വെളിപ്പാട് ഇങ്ങനെ കാണിച്ചു. എന്താ വെളിപ്പാടെന്നറിയാമോ? ഞാൻ ഈ അച്ചാനോട് ഇങ്ങനെ സുവിശേഷം പറയുന്നു. ഈ മദ്യപാനായ അച്ചാനോട് സുവിശേഷം പറയുന്നു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് സുവിശേഷം പറയുന്നത്. വെളിപ്പാട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഈ വെളിപ്പാടിനൊന്നും വിശ്വാസമില്ല. അതാ കുഴപ്പം. എന്നാൽ പിന്നെ വചനത്തിന് ഇറക്കാത്തതും ചൊവ്വല്ലാത്ത വെളിപ്പാടിനെ കുറേ പോയാൽ അതും കുഴപ്പമാണ് കേട്ടോ. വെളിപ്പാട് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം, ജീവിതമുണ്ടോന്ന്, പറയുന്ന ആളുടെ ജീവിതം ഉണ്ടോന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം. ആ ജീവിക്കുന്ന ആൾ പറയുന്ന ശുശ്രൂഷ വെളിപ്പാട് സത്യമായിരിക്കും. ലലിയ വചനം പറഞ്ഞല്ലോ, പ്രവചനം എന്ത് ചെയ്യല്ലേ? തുച്ഛീകരിക്കരുത്. പിന്നെ സകലം ശോധന ഇത് നല്ലത്. അപ്പോൾ ശോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നല്ലതും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ചിലവർ തീയതും ഉണ്ട്.
അപ്പം കേൾക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ശോധനയാണ്. അപ്പം ഞാൻ പറഞ്ഞു വെളിപ്പാടൊക്കെ ഇന്നത്തെ കാലത്ത് പ്രൈസ് ലോർഡ് അതൊക്കെ അങ്ങ് പോയിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ അച്ചായനോട് സുവിശേഷം പറയുന്നു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് പറയുന്നത്, അച്ചായൻ പാർശ്വ എനിക്ക് തോന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ അച്ചായൻ മരത്തിൻ്റെ മുകളിലോട്ട് കയറുന്നു. മരത്തിൻ്റെ മുകളിലോട്ട് കയറിയപ്പോൾ ദർശനത്തിൽ വെളിപ്പാടിൽ കാണുകയാണ്, അന്തരീക്ഷം കറുത്ത കാർമേഘ പടലമായി ശക്തമായി ഇടിവെട്ടും മഴയും. അച്ചായൻ ഇറങ്ങി വന്നേ പറ്റൂ. അങ്ങനെ കണ്ടിരിക്കുമ്പോൾ മൂന്നാം പ്രാവശ്യം വന്ന് വിളിച്ചു, പാർശ്വേ. വീട്ടുകാരത്തി പറഞ്ഞു, പാർശ്വ അങ്ങോട്ട് വരണം. ഞാൻ അങ്ങോട്ട് ചെന്ന് കൈവെക്കാനൊന്നും പോയില്ല. എനിക്കൊരു ചില വിഷയത്തിലൊക്കെ എനിക്കൊരു വാശിയുണ്ട്. 2 വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ പോകാത്ത പിശാചാണെങ്കിൽ ഇതെന്തോ കെട്ടെന്നറിയണം. വേണ്ടായി. പ്രൈസ് ലോർഡ്. ഞാൻ അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറിയിരുന്നു. അപ്പുറത്തെ മുറിയിൽ നിന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവശക്തി ഇങ്ങോട്ട് വന്നിട്ട് എടുത്തെറിയുന്ന പോലെ കൊണ്ടുപോയി ഈ സഹോദരയുടെ തലയിൽ കൈവച്ചു. കൈവച്ചതുമല്ല, പിശാചളകി. ഞാൻ ചോദിച്ചു, ഈ ദൈവത്തിന്റെ പൈതൽ, ഇവളൊരു ദൈവത്തിന്റെ പൈതലാണ്, ഇവളുടെ മേൽ നിനക്ക് കയറുവാൻ എന്താണ് അവകാശം? നീ എവിടെ നിന്ന് വന്നു? അപ്പോൾ സഹോദരി, ഈ ഇവരുടെ ആത്മാവ് ഒരു വീട്ടുപേര് പറഞ്ഞു, ഇന്ന വീട്ടിൽ നിന്ന് ഞാൻ വന്നിരിക്കുകയാണ്. ഈ അച്ചാന്റെ പരമശത്രുവാണ് ആ വീട്, ആ വീട്ടുപേര്. പ്രൈസ് ലോർഡ്. അച്ചായൻ പെട്ടെന്ന് പ്രൈസ് ലോർഡ് ചാടി ഇങ്ങോട്ട് വന്നിട്ട് ബൈബിൾ എടുത്ത് മകളുടെ കയ്യിലോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അച്ചായ, വേദോസ്തവം പിടിപ്പിച്ചാൽ പോകുന്ന പിശാചല്ലിത്. അച്ചായൻ രക്ഷിക്കപ്പെടണം, മദ്യപാനം വിടണം, അച്ചാൻ ദൈവത്തിലാകണം. പ്രൈസ് ലോർഡ്. ഇത് ഇന്നുകൊണ്ട് ഈ വീടിനോട് യാത്ര പറയും. അന്ന് രാത്രി ആ ദൈവദാസൻ രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം സ്നാനപ്പെട്ടു, മദ്യപാനം വിട്ടു, ഒരു ദൈവത്തിന്റെ പൈതലായി തീർന്നു. അതിനുശേഷം 1.5 വർഷത്തോളം ഞാൻ ആ ദേശത്ത് പാർത്തെങ്കിലും ഒരൊറ്റ ദിവസം പോലും പിന്നീട് പൈശാചിക ബന്ധനം ഉണ്ടായില്ല. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ലോർഡ്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം നമ്മുടെ ഭവനത്തെ പണിയണമെങ്കിൽ ഞാൻ നിങ്ങൾ രൂപാന്തരപ്പെടേണ്ട സ്ഥാനത്ത് രൂപാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. ഇന്ന് രാത്രി എത്രവർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ലോർഡ്. ഞാൻ ഇങ്ങനെ അങ്ങ് താണു പോകത്തേളെന്നാണോ ചിന്ത? അങ്ങനെ ഉള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇറങ്ങിത്തിരിച്ച ഇസ്രായേല് ബഹുഭൂരിപക്ഷവും പറഞ്ഞത്, ഞങ്ങൾ മരുഭൂമി ഞങ്ങളുടെ ശവപ്പറമ്പായിത്തീരും. പറഞ്ഞ് അവരുടെ ശവങ്ങൾ അവിശ്വാസികളുടെ കൂട്ടത്തെ കെബ്രോത്ത് അത്താവ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ കാനാനിൽ പ്രവേശിച്ചില്ല. എന്നാൽ യോശുവയും കാലേബും ഒരിക്കൽ പോലും പ്രൈസ് ലോർഡ് അതേ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ അക്കരയെത്തും, ദൈവം ഞങ്ങളെ അവിടെ എത്തിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, അത്ഭുതങ്ങളുടെ ദൈവത്തിന്, അടയാളങ്ങളുടെ ദൈവത്തിന് അതിശയങ്ങളെ പ്രവർത്തിപ്പാൻ കഴിയും. അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് നീ പുറകോട്ട് പോകാതെ, പ്രൈസ് ലോർഡ്, നിനക്ക് താഴ്ച ഭവിക്കുകയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്ന വചനം സ്വർഗത്തിൽ ഇന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട വചനമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളുമായി നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഡോക്ടർമാർക്ക് അതിന് പരിഹാരം തരാൻ കഴിയത്തില്ല. നിന്റെ മാനുഷ്യ ബുദ്ധി കൊണ്ട് അതിനെ കൈകാര്യം ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരം വരത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ കൊണ്ടുപോവാ. ഈ രാത്രി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ലോർഡ്. നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. അപ്പൊ പുതിയ നിയമ വിശ്വാസി അവന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ അവൻ വ്യാപരിപ്പിക്കുന്നവനായി തീരണം. ഈ ചിലർ വിചാരിച്ചേക്കുന്ന പെന്തക്കോസ്തുകാരുടെ ആത്മനിറവെന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമാണെന്നാണ്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയല്ല ആത്മാവ്. ആത്മാവ് വരുമ്പോൾ അന്യഭാഷ എന്ത് ചെയ്യും? സംസാരിച്ചിരിക്കും. മനസ്സിലായോ? ശബ്ദം കൂടാതെ, ചലനം കൂടാതെ
ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്തതുപോലെ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് വന്നിടത്തൊക്കെ ആദ്യമായി വന്നിടത്തൊക്കെ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിലെ ആ ശക്തി നിന്നിലോട് അത്യന്ത ശക്തിയായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് വ്യാപാര ശക്തിയായി വ്യാപരിക്കുകയാണ്. ആ ശക്തിയുടെ വ്യാപാരം നിന്നിലൂടെ വ്യാപരിച്ചാൽ നിന്റെ മുമ്പിൽ ഒരു പിശാച് നിൽക്കത്തില്ല, നിന്റെ കുടുംബത്തിൽ ഒരു പിശാച് നിൽക്കത്തില്ല, ഒരു ശാപദോഷവും നിന്നോട് അടുക്കത്തില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഗ്ലോറി. ഞാൻ പെട്ടെന്ന് പോകട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ചിന്തിച്ച വിഷയം, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവനെ എങ്ങനെ? നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. ശക്തി വ്യാപരിക്കുന്നില്ലെങ്കിൽ കഴിയുമോ? ശക്തി എന്ത് ചെയ്യണം? വ്യാപരിക്കണം. ഈ പുസ്തകം പഠിച്ചാൽ കാണാൻ സാധിക്കുന്നു. രാത്രി ഞാൻ ആ ഭാഗത്തേക്ക് കാത്തിരിപ്പോ നടത്തുമ്പോൾ അങ്ങനെ ഞാൻ ആത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനാൽ ജനിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. പരിശുദ്ധാത്മാവ് മാത്രമല്ല, വീണ്ടും ജനനത്തിൽ പിതാവാ ദൈവം ആകർഷിക്കുന്നു, വചനമാകുന്ന വിത്ത് അകത്ത് പ്രവേശിക്കുന്നു, പരിശുദ്ധാത്മാവ് കുറ്റബോധം കൊടുക്കുന്നു. എന്നാൽ അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചൊരു ദൈവത്തിന്റെ പൈതൽ പരിശുദ്ധാത്മാവിനെ അഭിഷേകം വീണ്ടും പ്രാപിക്കണം. ഒരു വാക്യം വായിച്ചു, അപ്പോസ്തലപ്രവൃത്തി 8:14. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. അതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് 8:14 രക്തം ചെയ്യാൻ എല്ലാം ശ്രദ്ധിക്കണം. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെയും അവരെ അടുക്കൽ അയച്ചു. ഞാൻ ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, ശമര്യരിലുള്ളവർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു. ദൈവവചനം കൈക്കൊണ്ടെന്ന് കേട്ട എന്തോ അതിന്റെ അർത്ഥം? എന്തോ അർത്ഥം? ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത സഭയിൽ ഒരു പഴയ അപ്പച്ചന്മാരെ സഭ എങ്ങനെ നടത്തി അതുപോലെ സഭ വരണം, തിരിച്ചു വരണം. നമുക്ക് പഴയ അപ്പച്ചന്മാർക്ക് വിദ്യാഭ്യാസമുള്ളവരില്ലായിരുന്നു. ഇന്ന് ഓരോ സഭ എടുത്താലും ഓരോ സഭയിലും ഒരു 4 പേരെങ്കിലും ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്. മനസ്സിലായല്ലോ? പഴയ അപ്പച്ചന്മാരുടെ സഭയിൽ അതില്ലായിരുന്നു. പഴയ അപ്പച്ചന്മാര് കേരളത്തിനപ്പുറത്ത് പോയിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് അമേരിക്കയിൽ പോകാൻ യൂറോപ്പിലൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് കോഴഞ്ചേരിയിൽ നിന്ന് കോട്ടയത്ത് പോകുന്ന പോലെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത്ര വ്യത്യാസമായി കഴിഞ്ഞു. പഴയ കാലത്തെ വളരെ ഞെരുങ്ങിയിരുന്നു. ഇന്ന് പ്രൈസ് ദി ലോർഡ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് നമ്മൾ വീടുകൾ വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ചോർന്നൊലിക്കുന്ന ചെറ്റപ്പരയുടെ കീഴിൽ ചാണകം മെഴുകിയ തിണ്ണയിൽ പ്രൈസ് ദി ലോർഡ് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്ന പിതാക്കന്മാരെ ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് പേർഷ്യയിലെ പണവും അമേരിക്കയിലെ പണമൊന്നും അല്ലായിരുന്നു. അവരെ പിശാചിന്റെ ബന്ധനങ്ങളെ അവരുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ അവർ പലിശിച്ച് പുറത്താക്കി ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. പക്ഷേ ഇന്ന് നമ്മളിൽ പലരും പറയുന്നത് രക്ഷിക്കപ്പെട്ടപ്പോഴേ അഭിഷേകം കിട്ടിയില്ലെന്നാ ഞാൻ പറയുന്നത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. സമര്യർ ദൈവവചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ എന്തോ സഹോദരന്മാരെന്ന് പറ. ഇപ്പൊ അഭിഷേകം പ്രാപിക്കാത്തൊരു കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും? ലേലുയ. അന്യഭാഷാ ഭാഷണം വന്നില്ലെങ്കിൽ, കാണാനും കേൾക്കാനുള്ള വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അഭിഷേകം പ്രാപിച്ചില്ലെന്നാ. അതങ്ങ് സമ്മതിക്കുന്നതാണ് നല്ലത്. സമ്മതിച്ചാൽ അഭിഷേകം എത്രയും പെട്ടെന്ന് പ്രാപിക്കും. മനസ്സിലായല്ലോ? അഭിഷേകമുണ്ട്, നമുക്ക് ജയമുണ്ട്. നമ്മൾ ഗൾഫിൽ വന്നതൊന്നും അല്ല വലിയ വിഷയം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അപ്പച്ചന്മാരുടെ കണ്ണുനീരോട് നമ്മളിവിടെ കൊണ്ടുവന്ന അല്ലേ? അതൊന്നും അല്ലൊരു വിഷയം. കാഹളം ധരിക്കും, മരിച്ചവരെ ഉയർക്കും, ജീവൻ ഉറയ്ക്ക് രൂപാന്തരപ്പെടും. അഭിഷേകമില്ലെങ്കിൽ മേപ്പെട്ട് പൊങ്ങത്തില്ല. നമ്മൾ ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. അത് വേണമെങ്കിൽ ആ വാക്യം വായിച്ച് ശമരവദേ പെട്ടെന്ന് അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് എല്ലാവരും കേൾക്കണേ. വായിച്ചു അവർക്കായി പ്രാർത്ഥിച്ചു. അടുത്ത് അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അടുത്തത് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. മതി. ശമര്യയിലെ വിശ്വാസികൾ, വചനം കൈക്കൊണ്ട രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരുമായിരുന്നു.
അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ രക്ഷിക്കപ്പെട്ടാലും സ്നാനപ്പെട്ടാലും ആത്മാവ് വരണമെന്നില്ല. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട വ്യക്തി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവമക്കളെ, നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ ശക്തി കുറഞ്ഞു പോകുന്നു. നമ്മുടെ പിതാക്കന്മാർ ഒന്നും കയ്യിലില്ലാതിരുന്നപ്പോൾ പിശാചിനെ ശാസിച്ച് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. അവരുടെ കുടുംബത്തിൽ ഒരു ശാപദോഷം അടുക്കത്തില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ അവർക്ക് കൈ കിട്ടിയാൽ മതിയായിരുന്നു. അവർ കൈവച്ച് പ്രാർത്ഥിച്ച് അത് പഠിച്ച് PhD വരെ എടുക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ഒരു കുഞ്ഞിനെ കിട്ടിയതേ ഉള്ളൂ. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്നുള്ള വചനപ്രകാരം പിതാവേ എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ കുഞ്ഞിനെ എക്സാം എഴുതാൻ വിട്ടാൽ ആ കുഞ്ഞെഴുതിയ പാസ്സാകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ദൈവാത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ പൈതലെ പ്രൈസ് ദി ലോർഡ് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആരിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നത് എങ്ങനെയാ? അത്യന്തപര ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാന് പ്രൈസ് ദി ലോർഡ് അതേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാതെ സുവിശേഷ വേലയ്ക്കിറങ്ങിയ ഒരാളാണ്. ബൈബിൾ കോളേജിൽ പോയി 6 മാസം ഞാൻ അവിടെ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കും, പക്ഷെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം വർക്കേഴ്സ് മീറ്റിംഗ് പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരപ്പച്ചനുണ്ട്, KY ജോർജ് എന്നാണ്. ആ അച്ചായൻ പറഞ്ഞു, പ്രൈസ് എല്ലാവരോടും ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, KV, എൻ്റെ പേര് KV ജോർജ് എന്ന്, KV അഭിഷേകം പ്രാപിച്ചത് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ പ്രസംഗിച്ചോളാം, നിങ്ങൾ പോയി അഭിഷേകം പ്രാപിച്ചു വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തോ ചെയ്യും? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ. ഇന്നാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാത്തവർക്ക് സഭയാർജൊന്നും കൊടുക്കത്തില്ല. ഇന്നത്തെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ്. എന്ത് ചെയ്യും? അവസാനം ഞാൻ വിചാരിച്ചു തിരിച്ച് വീട്ടിൽ പോകാം എന്നാൽ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതിരിക്കാൻ പറ്റും. എനിക്ക് പ്രൈസ് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ജോലി, ഡ്രൈവിങ്ങും ഒക്കെയാണ്. 6 മാസമായി വന്നിട്ട് ഇനി എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഒരു കാര്യം ചെയ്യാം, ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കസിനുണ്ട്, അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. എന്നെ എപ്പോൾ പെന്തക്കോസ്തിൽ നിന്ന് അങ്ങ് ചെല്ലാൻ ഒരു ചാൻസ് കിട്ടിയാൽ പിടിക്കാൻ നിൽക്കുക. പുള്ളിക്ക് ഞാൻ ഫോൺ ചെയ്തു, ഒരാഴ്ച ഇങ്ങനെയാണ് വിഷയം, എനിക്കിനി ഒരു ജോലി വേണം, നാട്ടിലോട്ട് പോകാനൊക്കത്തില്ല, അവിടുന്ന് സുവിശേഷ വേലയ്ക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്, അപ്പോൾ ഒരു ജോലി വേണം, എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ മാർവാനീസ് കോളേജിൽ തിരുവനന്തപുരത്ത് ഒരു പുതിയ വാൻ മേടിച്ചിട്ടുണ്ട്, തൽക്കാലം നീ ഒരു ഡ്രൈവറായിട്ടങ്ങ് കയറ്, നീ ഇങ്ങ് പോരെ. പ്രൈസ് ദി ലോർഡ്. രാവിലെ ഞാൻ ഹൈസ്കൂളിൽ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കല്ലുമല കുഞ്ഞോച്ചാൻ്റെ ബൈക്കോളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞോച്ചാനൊരു കത്തെഴുതി, പ്രിയ അച്ഛൻ അറിയുന്നതിന് ഇത്രയും നാൾ ഇവിടെ സുവിശേഷ വേല ഇവിടെ പഠിക്കാൻ വന്നു, ചെയ്ത എല്ലാ കാര്യത്തിനും വളരെ താങ്ക്സ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ അഭിഷേകം പ്രാപിക്കാത്തതിനാൽ ഞാൻ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. അച്ഛനൊന്നും പറഞ്ഞില്ല. ഇല്ലൻ്റിനകത്ത് ആ കത്തെഴുതി പോകുമ്പം ഇടാനാ എഴുതിയത്, പക്ഷേ അങ്ങ് കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് രാത്രി ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ ഇവിടുന്ന് പോയാൽ ഇനി എൻ്റെ അന്ത്യം എവിടെയായിരിക്കും. അങ്ങനെ ഉറങ്ങാതെ 6 മണിക്ക് പ്രാർത്ഥന തുടങ്ങി. 3 മണി ആയപ്പോൾ ഒരു ദർശനം ഞാൻ കാണുകയാണ്. ഒരു ആനയിട്ട് എന്നെ ഇങ്ങനെ ഓടിക്കുന്നു. ഞാൻ നല്ല വെള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്, കയ്യിൽ ബൈബിളുണ്ട്, കാലിൽ ചെരുപ്പുണ്ട്. വനത്തിലൂടെ ഓടുന്നു. ഓടി 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 തിരുവനന്തപുരം പട്ടണത്തിൽ ചെന്നിറങ്ങിയപ്പോൾ ഞാനൊരു കൈലി ഉടുത്ത് വിരൂപനായി നിൽക്കുന്നു. കയ്യിൽ ബൈബിളില്ല, കാലിൽ ചെരുപ്പില്ല, വെള്ള വസ്ത്രമില്ല, ഉടുപ്പില്ല, ഒരു കൈലി ഉടുത്ത് വിരൂപനായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഒരു വ്യാഖ്യാനം കൂടെ മനസ്സിലായല്ലോ, എന്നെ പിശാച് ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നാണ് കാണിക്കുന്നത്. അന്ന് രാത്രി 3 മണിക്ക് ഉപവാസം ആരംഭിച്ചു. കർത്താവേ പ്രൈസ്, ഒന്നിൽ അഭിഷേകം തരണം, ഇല്ലെങ്കിൽ ഉപവസിച്ചു മരിക്കുവാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്.
ഉപസിച്ച് മരിക്കാനായിട്ട് തീരുമാനിച്ച പാസ്റ്റർമാരെ കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ സാധുവായി ഞാൻ അങ്ങനെ തീരുമാനിച്ച ആളാണ്. ഒന്നിൽ എനിക്ക് അഭിഷേകം ലഭിക്കണം, ഇല്ലെങ്കിൽ മരിക്കുക. അന്ന് ഞാൻ 13 ദിവസം വരെ മാത്രമേ ഇരുന്നിട്ടുള്ളൂ ഉപവാസം. ആ ഉപവാസം 20ാമത്തെ ദിവസത്തിലേക്ക് എത്തി. 20ാമത്തെ ദിവസം ആയപ്പോൾ കല്ലുമല കുഞ്ഞുച്ചാൻ ഒരു യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നു. ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പ്രൈസ് ദി ലോർഡ് ഒരു ദൈവശക്തി എൻ്റെ മേലേക്ക് കടന്നു വന്നു. ആ ശക്തി കടന്നു വന്ന് എൻ്റെ ഫലമായി ഞാൻ കാറ്റത്ത് ഉയർന്നു പോകുന്ന ഒരു കരിയില പോലെ ഉയർന്നു പോയി. അകത്തു നിന്ന് അന്യ ഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയിൽ തീർന്നു. 20ാമത്തെ ദിവസം കൺവെൻഷൻ പന്തൽ വെച്ച് അന്യഭാഷാ ഭാഷണത്തോട് അഭിഷേകം പ്രാപിപ്പാനിടയായി. 21ാമത്തെ ദിവസം ഉപവാസം നിർത്തി. ഇന്ന് പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ കൃപയാൽ ശുശ്രൂഷിക്കുന്ന ഇടത്ത് ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നു. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുടയ്ക്കും. അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഗ്ലോറി ഗ്ലോറി. അഭിഷേകം പ്രാപിക്കണം. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ, എത്ര പേര് ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. തമ്പർ അടിക്കുമ്പോൾ വരുന്ന ആത്മാവല്ല, പിയാനോ വായിക്കുമ്പോൾ വരുന്ന ആത്മാവല്ല. എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരൊക്കെ ആത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കണം. അധിക സമയം നമ്മുടെ മുമ്പിലില്ല. യോഗം നിർത്തേണ്ട സമയമായി. അല്പം മുൻപോട്ട് പോയി എല്ലാവരും അഭിഷേകം പ്രാപിച്ച എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ഞങ്ങൾ ജയമെടുക്കുകയാണ്. Receive the Holy Spirit in the name of Jesus. You can say blood of Jesus. നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശാന്തിക്ക്, രോഗസൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന സകല പോരുകളെ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്റെ വിടുതലിന്, അനുഗ്രഹത്തിന്, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകലവിധമായ ശാപദോഷങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. തീരുമാനമെടുത്തവർക്കായ സ്തോത്രം. പുതുക്കപ്പെട്ട ശക്തിയാൽ നിറച്ചവർക്കായ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഇമെയിൽ ID kv.bgm1975@gmail.com. ഫോൺ നമ്പർ 047923442355. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മടക്കി വരുത്തേ